والله أنا مسرور جدا لأنني حصلت على هذه الفرصة الميمونة لأن أشارك في هذه الجلسة المباركة التي تتعلق باللغة العربية ولغة الله، ونحن نحب هذه اللغة وهي تعد من اللغات العالمية 6 لهيئة الأمم المتحدة التي تكتب من اليمين إلى اليسار، وأنا أيضا أكتب الأشعار في هذه اللغة وعندي عدة قصائد. ആദ്യമായി ഈ ഒരു പരിപാടി ഇത്ര ഭംഗിയായി ഇവിടെ സംഘടിപ്പിച്ച KMA മുത്തകണ്ടം പ്രശംസിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അൽ മുബാറക് ഫി അമാലിക്കും അൽ ഇൽമിയ വൽ ലുഗവിയ. അതുപോലെ തന്നെ ഇവിടെ പങ്കെടുത്ത കുട്ടികൾ സബ് ജില്ലാ, ജില്ലാ, സംസ്ഥാന തലത്തിലേക്ക് എത്തി മികവ് പുലർത്തിയ കുട്ടികൾ, അവർക്കെല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും ഞാൻ അറിയിക്കുകയാണ്. എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് അറബി ഭാഷാ രംഗത്ത് ഏറ്റവും കൂടുതൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന സംസ്ഥാനം അത് കേരളം തന്നെയാണ്. ഞാൻ പഠിച്ച അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ഉത്തർപ്രദേശ്, ജോലി ചെയ്ത ലക്ഷദ്വീപ്, അങ്ങനെ തുടങ്ങിയിട്ട് സഞ്ചരിച്ച നാടുകളെല്ലാം നോക്കിയാൽ ഇത്രത്തോളം എനർജറ്റിക്കായി അറബി ഭാഷയെ സ്നേഹിക്കുകയും അറബി ഭാഷ പഠിക്കുകയും അതിനുവേണ്ടി കലോത്സവങ്ങളിൽ അറബി കലോത്സവം നടത്തിപ്പോരുകയും ചെയ്യുന്ന ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് കേരളം തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് ആ അറബി കലോത്സവം കയ്യിൽ നിന്ന് പോകുന്നത് നമ്മൾ കാണാറുണ്ട്. അത് കാണാതെ ഇരിക്കുന്ന അവസ്ഥയിലേക്ക്, അത് പോകാതിരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് അതിൻ്റെ ഭാരവാഹികളായ KMAയുടെ നേതൃത്വത്തോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതിനുവേണ്ടി ഒരു അവസരം ഉപയോഗിക്കുകയാണ്. നമുക്ക് ലഭിച്ച അറബി കലോത്സവം ഒരിക്കലും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകരുത് എന്ന് പറയാൻ ഈ ഒരു അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഞാൻ ഇന്നലെ എഴുതി കഴിഞ്ഞ ഒരു അറബി കവിതയുണ്ട്. കവിതയുടെ പേര് ലുഗത്തുല്ലാബ് എന്നാണ്. അറബി ഭാഷ എന്നുള്ളത് തന്നെയാണ് കവിതയുടെ പേര്. ഇത് പാടാൻ വേണ്ടി ഒരാളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തന്നെ ഇൻഷാ അല്ലാഹ് യൂട്യൂബിൽ വരുമെന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ ആലുവ അസറിലും നടക്കുന്ന തവാമുൻ മാഗസിനിൽ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി കൊടുക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ മാസം തന്നെ അതിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിലെ 4 വരി കവിത നിങ്ങൾക്ക് വേണ്ടി ആലപിക്കുകയാണ്. കാരണം നമ്മളൊക്കെ അറബി ഭാഷ ഇഷ്ടപ്പെടുന്നവരാണ്. നമ്മുടെ ജീവിതമാർഗം പോലും അറബി ഭാഷയിലാണ്. ഇന്നേ വരെ വേറെ പണിക്ക് പോയിട്ടില്ല. അറബി ഭാഷ 1ാം ക്ലാസ് മുതൽ അറബി ഭാഷ പഠിച്ച് അതിലൂടെ ജീവിച്ചു പോകുന്ന ആളുകൾ. ആ ഒരർത്ഥത്തിൽ ഒരു 4 വരി കവിത പാടി ഞാൻ സംസാരം അവസാനിപ്പിക്കുകയാണ്. കവിതയുടെ പേര് ലുഗത്തുല്ലാഹ്. إن لله كثير الصفات فاقت اليوم جميع اللغات من يغص فيها ينل دون ريب لؤلؤا يلمع في الظلمات من له شوق لنيل المعالي يشتهي الوعد ويرى الصفات لا محل العداء بين اللغات يشتهون درهم القافلات إنني أشتاقها في زمان نورها للقلب والجانحات أقرض الأشعار فيها دواما أنصر العشاق قبل الممات امرؤ القيس وطه حسين نوروها بين كل اللغات قيس ليلى وجميل بطينا قيس لبنى زينوها بذاتي حافظ النيل لديه اليراع واصف الله بكل الصفات بالكتاب تنجلي في البلاد كنجوم في الدجى ساطعات للرسول المصطفى دوره في نشأة الله بكل العنات رب يوم
أشار فيها إنها قلبي ونور الصفات لفؤاد يشتهي الله دوما مثل قيس شاق ليل البنات. شكرا لكم على حسن استماعكم. السلام عليكم ورحمة الله وبركاته.